പൊന്നാനിയിൽ അടച്ചിട്ട വീട്ടിൽ നിന്ന് 350 പവൻ കവർച്ച നടന്ന മാസം 2 പിന്നിട്ടും പ്രതിയിലേക്ക് എത്തുന്നതിനുള്ള തുമ്പ് ലഭിക്കാതെ പോലീസ് ഇരുട്ടിൽ തപ്പുന്നു. ഇതേ തുടർന്ന് രണ്ടാമതും പൊതുജനങ്ങളുടെ സേവനം തേടി പോലീസ് CCTV ദൃശ്യം പുറത്തുവിട്ടു. ഏപ്രിൽ 13 ശനിയാഴ്ച പുലർച്ചെയാണ് പൊന്നാനി ഐശ്വര്യ തിയേറ്ററിന് സമീപത്തെ വീട്ടിൽ നിന്ന് കവർച്ച നടന്നത്. പ്രതികളെ കണ്ടെത്താൻ തിരൂർ DSP PP ഷംസിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരുന്നു. മോഷണം നടന്ന വീടിന് സമീപത്തെ CCTV ഉൾപ്പെടെ അന്വേഷണ സംഘം പരിശോധിച്ചിരുന്നു. ഡോഗ് സ്ക്വാഡ് പരിശോധനയിൽ സമീപത്തെ സംസ്ഥാന പാത വരെ നായ എത്തിയിരുന്നു. മൊബൈൽ ടവർ പരിശോധനയും പോലീസിന് വലിയ കടമ്പയാണ്. മാസം 2 പിന്നിട്ടിട്ടും പ്രതിയിലേക്കെത്തുന്ന പ്രധാന ലീഡ് ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇതേ തുടർന്നാണ് പോലീസ് പൊതുജനങ്ങളുടെ സേവനം തേടി വീണ്ടും CCTV ദൃശ്യം പുറത്തുവിട്ടത്. ദുബായിൽ ജോലി ചെയ്യുന്ന മണപ്പറമ്പിൽ രാജീവിന്റെ വീട്ടിൽ ഏപ്രിൽ 13 പുലർച്ചെയാണ് മോഷണം നടന്നത്. ദിവസങ്ങൾക്ക് മുമ്പ് രാജീവും ഭാര്യയും ദുബായിലേക്ക് പോയതായിരുന്നു. ഇതോടെ വീട്ടിൽ ആരുമില്ലാത്ത സാഹചര്യമാണ് മോഷ്ടാക്കൾ പ്രയോജനപ്പെടുത്തിയത്. വീടിന്റെ പിൻവാതിൽ കുത്തി തുറന്നാണ് അകത്ത് കടന്നത്. CCTV പൂർണ്ണമായും തല്ലി തകർക്കുകയും ചെയ്തിരുന്നു. കൃത്യമായ ആസൂത്രണം മോഷണത്തിന് പിന്നിലുണ്ടെന്നാണ് പോലീസ് നിഗമനം. CCTV ദൃശ്യത്തിൽ കാണുന്ന ആളെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ പൊന്നാനി പോലീസിനെ അറിയിക്കണമെന്ന് പൊന്നാനി CI അറിയിച്ചു. NCV ന്യൂസ് പൊന്നാനി. പുതുമയാർന്ന ഡിസൈനുകളിൽ ഡയമണ്ട് കളക്ഷനുകൾ, വിവാഹ പാർട്ടികൾക്ക് നേടാൻ സ്പെഷ്യൽ പാക്കേജുകൾ. സ്വാഗതം പുതുമയാർന്നൊരു ഷോപ്പിംഗ് എക്സ്പീരിയൻസിന്. കേരള ഗോൾഡൻ ഡയമണ്ട്സ്, ദ ഫാമിലി ജ്വല്ലർ, മെയിൻ റോഡ്, വടക്കേക്കാട്.